എന്നത് കണക്കാക്കിയിട്ട, അല്ലാതെ ഖുർആൻ ഓതിയിട്ടല്ല. രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബാണ്. അദ്ദേഹത്തെ രണ്ടാം ഖലീഫയായി അവരോധിക്കുന്നത് ഇസ്ലാമിക വചനങ്ങളെ ഉദ്ധരിച്ചല്ല. അബൂബക്കർ സിദ്ദീഖ് നാട്ടുപ്രമാണിമാരുമായി ചർച്ച ചെയ്ത് സമവായത്തിലെത്തിയിട്ട. അധികാരത്തിൽ ആളെ കയറ്റാൻ ഇസ്ലാമിൽ വ്യവസ്ഥയില്ല എന്ന് ചുരുക്കം. ഇനി ഇറക്കാൻ വ്യവസ്ഥയുണ്ടോ? ഒന്നുമില്ല എന്നതാണ് സത്യം. മൂന്നാമത്തെയും നാലാമത്തെയും ഖലീഫ അലിയും ഉസ്മാനും അധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടത് ഖുർആൻ ഓതിയിട്ടല്ല. ഒരാളെ കല്ലെറിഞ്ഞ് കഥ കഴിച്ചു ജനം, ഒരാളെ കഴുത്തിനു വെട്ടി കൊന്നുതള്ളി ജനം. ഇതാണ് ചിത്രം. ഞാനത് വിശദീകരിക്കുകയല്ല. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അധികാരാരോഹണത്തെക്കുറിച്ചോ അധികാര നിഷ്കാസനത്തെക്കുറിച്ചോ അരവാചകം ഉച്ചരിക്കാഞ്ഞത്? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് സകലവും സർവതലസ്പർശിയും സമഗ്രവുമായ ദർശനം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ? മുസ്ലിം മതവിശ്വാസികൾക്ക് ആണ്. പ്രപഞ്ചത്തെക്കുറിച്ച് സമഗ്രവും സർവതലസ്പർശിയുമായ നിദർശനം മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഖുർആനിൽ എന്തേ അധികാരത്തെക്കുറിച്ച് അരക്കണ്ടമായത്തില്ലാതെ പോയി എന്നാലോചിക്കണ്ടേ? പടച്ചവന്റെ കൽപ്പനകൾ സ്വന്തം മനതാരിലേക്ക് സ്വീകരിക്കാൻ ജബരീൽ എന്ന മലക്ക് കൊണ്ടുവരുമ്പം ഹീറാ ഗുഹയിൽ തപസ്സിരുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി കുറച്ച് കിട്ടിയ പനി ബാക്കി മതി എന്ന് പറഞ്ഞതാണോ? അല്ല. ജബരീൽ പറ്റിച്ചതാണോ? ഒട്ടുമല്ല. പക്ഷേ ഇസ്ലാമിന്റെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. എന്താണ്? അധികാരത്തെക്കുറിച്ചല്ല, ആത്മീയ പ്രചരണത്തെക്കുറിച്ചാണ് ഇസ്ലാം പ്രഥമഗണനീയമായി പരിഗണിച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നത് പോലെയല്ല. പോട്ടെ, പ്രായോഗികമായി ഇസ്ലാമിക രാഷ്ട്രം സാധ്യമാണോ? അല്ല. എന്തുകൊണ്ട്? ലോക മുസ്ലിങ്ങൾക്കിടയിൽ കർമ്മശാസ്ത്ര വ്യവസ്ഥ ഒന്നല്ല, വിവിധങ്ങളാണ്. വൈരുദ്ധ്യങ്ങൾ എമ്പാടുമുള്ള വിധം. മുസ്ലിങ്ങൾക്കിടയിൽ പ്രധാനമായ രണ്ട് വിഭാഗങ്ങൾ ഷിയാക്കൾ, സുന്നികൾ. സുന്നികൾക്കിടയിൽ മദ്ഹബ് 4, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഷിയാക്കൾക്കിടയിൽ 3. ഏതെങ്കിലും മൊയ്ലിയാർ വന്ന് വയല് പറയുമ്പോൾ ചില്ലറ കിട്ടണം ഇല്ലാതെ ആക്കേണ്ടത്. പാർട്ടി പുതിയോഗല്ലേ, മൂപ്പര് പറഞ്ഞോട്ടെ. ഇങ്ങനെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ട്. പരസ്പരം കണ്ട സലാം ചൊല്ലില്ല, ചൊല്ലിക്കേട്ടാ മടക്കില്ല, അങ്ങനെയല്ലേ? അക്രമാസക്തമായി പോലും പ്രതികരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ പോലും. പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചത്താണോ കൈകെട്ടേണ്ടത്, അടിവയറ്റത്താണോ അമർത്തി പിടിക്കേണ്ടത് തീരുമാനമായിട്ടില്ല. സുജൂദിലേക്ക് ചെല്ലുമ്പോൾ 2 റക്അത്താണോ തീരുമാനമായിട്ടില്ല. മയ്യത്ത് കവറടക്കുമ്പോൾ കല്ല് കിബിലക്ക് നേരെ വെക്കണോ അല്ല പറയാൻ വരുന്ന അപ്പുറത്തെ ഗ്രൂപ്പിൽപ്പെട്ട മൊയ്ലാരെ അണ്ണാക്കിലേക്ക് ചാമ്പണോ തർക്കം തീർന്നിട്ടില്ല. പുളിക്കലങ്ങാടിയിൽ 6 മാസം മുമ്പ് തർക്കമുണ്ടായി. രാമനാട്ടുകരക്കടുത്ത് മലപ്പുറം ജില്ലയിലെ പുളിക്കല് ഒരു മദ്രസയുടെ ഉദ്ഘാടനം AP EK വിഭാഗങ്ങളാണ് തുടങ്ങിയത്. പക്ഷെ പാട്ട് വെച്ചപ്പം EK കാരൻ പറഞ്ഞു ഞമ്മളത് വെക്കണം, AP കാരൻ പറഞ്ഞു പറ്റില്ല ഞമ്മളത് വെക്കണം. പാവം സെറ്റിന്റെ ആളിത് തിരികാനുള്ള ഒന്നാ കൊണ്ടോന്ന് എന്തായാലും പറയുക CD പ്ലെയർ ഓൻ എന്താക്കും? ആകെ പ്രശ്നമായി. തർക്കം മൂത്തപ്പം 70 വയസ്സ് തോന്നുന്ന ഒരു പ്രായമുള്ള AP വിഭാഗത്തിലെ വന്ധ്യവയോധികനായ മനുഷ്യൻ വന്ന് പറഞ്ഞു മക്കളെ തർക്കിക്കണ്ട, മദ്രസന്റെ ഉദ്ഘാടനല്ലേ, ബഹളം ഉണ്ടാക്കാനുള്ള സമയമല്ല, 2 കൂട്ടരെ കേസറ്റും വെക്കണ്ട, മുസായിഫ് ഓതിക്കോളി, ഖുർആനിൽ AP EK ഇല്ലല്ലോ. ഇത് കേട്ടപ്പം EK വിഭാഗം താമര സുന്നി എന്റെ നാട്ടിലേക്ക് വിളിക്കുക. BJP-ക്കാരെ മൂട് അങ്ങനെ പണി അവർക്ക് കാര്യമായിട്ട്. താമര സുന്നിയിൽപ്പെട്ട ഒരു EK വിഭാഗം നല്ല മസിലൊക്കെ പരിപ്പിച്ച ജിംനാസ്റ്റിക് ആയിട്ട് ഒരു ചങ്ങാതി വന്നിട്ട് മദ്രസയുടെ ഈ ഉദ്ഘാടനത്തിന് സ്റ്റേജ് കെട്ടാൻ കാല് കുഴിച്ചുകൂടാൻ കൊണ്ടുവന്നതിന്റെ ബാക്കി ചാരി വെച്ച ഒരു കമ്പി കഷ്ണം എടുത്തിട്ട് ഈ 70 വയസ്സുള്ള മൗലവീന്റെ മൂർധാവിന് ബോലോ തക്ബീർ പറഞ്ഞു പറഞ്ഞ അടിയ. മൊയ്ലാര് അല്ലാഹു അക്ബർ പറഞ്ഞ് വഫാത്തായി. ഞങ്ങളാണ് DYFI പുളിക്കൽ യൂണിറ്റ് സെക്രട്ടറിയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. എവിടെയാണ് നിങ്ങൾ ഇസ്ലാമിന്റെ രാഷ്ട്രം ഉണ്ടാക്കുക? ആരുടേതാണ് നിങ്ങളുടെ പ്രഖ്യാപനം? എന്താണ് അതിന്റെ വ്യവസ്ഥ? എന്താണ് അതിന്റെ രാഷ്ട്രീയം? എന്താണ് അതിന്റെ നിയമം? ഇതൊന്നും വിശദീകരിക്കണ്ടേ? ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതിന്റെ മലയാളം. ഞാൻ അതിലേക്ക് പോണില്ല. ഇസ്ലാമിക തീവ്രവാദികൾ നമ്മോട് പറയുന്നത് സാമ്രാജ്യത്വത്തെ ചെറുക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് എന്നാണ്. ഇല്ല എന്നാണ് ചരിത്രം, വർത്തമാനം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾക്ക് സാമ്രാജ്യത്വത്തെ ചെറുക്കാൻ കരുത്തുണ്ടായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കാണണം. ടോണി ബ്ലെയറിന്റെയും ജോർജ് ബുഷിന്റെയും യുദ്ധവിമാനങ്ങൾ വയറ് നിറച്ചും മാരക പ്രഹരശേഷിയുള്ള യുദ്ധ ഉപകരണങ്ങൾ ബോംബുകളുമായി അഫ്ഗാനിസ്ഥാന്റെ ആകാശവീഥിയിൽ വട്ടമിട്ട് പറന്ന് പെരുമഴ പെയ്യിക്കുന്നത് പോലെ ബോംബ് താഴോട്ട് വർഷിച്ചപ്പോൾ പാടത്ത് പണിയെടുക്കുന്ന ചെറുപ്പക്കാരൻ, കുഴിയിലേക്ക് കാലും നീട്ടി നിൽക്കുന്ന പടുവൃദ്ധൻ, ഉമ്മയുടെ മടിത്തട്ടിൽ അമ്മിഞ്ഞ മൊത്തി കുടിക്കുന്ന പിഞ്ചുകുഞ്ഞുൾപ്പെടെ 10,000-കണക്കിന് മാപ്പള മക്കളാണ് അഫ്ഗാനിസ്ഥാനിൽ തല കത്തി ചതഞ്ഞ് ചാരമായി ചത്തുപോയത്. ഒസാമ ബിൻ ലാദൻ ഒരു ഓലപ്പടക്കം പൊട്ടിച്ചോ? അൽ കഴുത ഒന്ന് അമറി കരഞ്ഞോ? ഒസാമ ബിൻ ലാദൻ മിണ്ടിയില്ല. മുല്ല ഉമർ അബ്ദുള്ള ഒരു പീച്ചാങ്കത്തിയെടുത്ത് വീശിയിട്ടില്ല. എന്തായിരുന്നു അവർക്ക് പണി? 300-ൽ താഴെ അനുയായികളെയും സംഘം ചേർത്ത് തിന്നാനും കുടിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തുകൽ സഞ്ചിയിൽ കെട്ടി ഭദ്രമായി സൂക്ഷിച്ച് ബോംബിട്ടാൽ തകരുകയില്ലെന്നുറപ്പുള്ള കനത്ത കരിങ്കൽ ഭിത്തികളുടെ സുരക്ഷിതത്വത്തിന് കീഴിൽ
മുട്ടുകുറച്ചും മൂത്രമൊഴിച്ചും നാടൻ കൊടിച്ചിപ്പട്ടി പിൻകാലിനുള്ളിലേക്ക് വാലു തിരികെ നിൽക്കുന്നത് പോലെ ഭീരുവായി കിടന്നുറങ്ങുകയായിരുന്നു ഒസാമ ബിൻ ലാദൻ. ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇസ്ലാം സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതിയ പ്രസ്ഥാനമാണ്. അഭിമാനത്തോടെ ഞങ്ങൾ അതിനെ അഭിവാദ്യം ചെയ്യുന്നു. ഏരിയൽ ഷാരോണിന്റെയും ഷിമോൺ പെരസിന്റെയും യഹൂദ് ഓൾമർട്ടിന്റെയും ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും സയനിസ്റ്റ് ഭീകരതയുടെ ഇസ്രായേലി സൈന്യത്തിന്റെ ഇരുമ്പ് കവചിത വാഹനങ്ങൾ ഇരമ്പിയെത്തുമ്പോൾ ഒട്ടും പതറാതെ പിറന്ന ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മണ്ണിൽ നിന്ന് പൊരുതി ചത്താലും തോറ്റുമടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് കയ്യിൽ കിട്ടിയ കല്ലുകൾ കവണയിൽ കൊരുത്ത് ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ച് മരിച്ചു വീഴുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്. ഗാസ മുനമ്പിൽ, പലസ്തീന്റെ പടഭൂമികളിൽ, രമള്ളയുടെ തെരുവീഥികളിൽ. രോമമെടുത്തു പിടിക്കുന്ന വികാര തീവ്രതയോടെയാണ് ലോകത്തെമ്പാടുമുള്ള സാമ്രാജ്യ വിരുദ്ധ പോരാളികൾ അതിനെ അഭിവാദ്യം ചെയ്യുന്നത്. അത് ഇസ്ലാമിന്റെ പോരാട്ടാണ്. മറ്റേത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പിത്തലാട്ടവും പൊറാട്ട നാടകവുമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. കേരളത്തിലുണ്ട് ഇസ്ലാം സാമ്രാജ്യത്വത്തിനെതിരിൽ ഉശിരോടെ പൊരുതിയ ഉജ്ജ്വല ചരിത്രം. 1498 മെയ് മാസം 20 നല്ല മണ്ണും നല്ല പെണ്ണും നല്ല പൊന്നും എനിക്ക് വേണമെന്ന് കണ്ണുരുട്ടി കൽപ്പിച്ച് കോഴിക്കോട്ടെ കൊയിലാണ്ടിക്കടുത്തുള്ള കാപ്പാട്ടെ പടിഞ്ഞാറെ തീരത്തെ ചൊരിമണലിൽ കാലുകുത്തിയ വാസ്കോഡാഗാമ എന്ന പറങ്കി പടയാളിക്കെതിരിൽ നാട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് പറഞ്ഞയച്ച നായർ പടയാളികൾക്ക് നേതൃത്വം നൽകാൻ മലയാളത്തിന് അഭിമാനമായ 4 മാപ്പിള മക്കളുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാർ 1, 2, 3, 4. കുഞ്ഞാലി മരക്കാർ മുസ്ലിമാണ്, കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗാണ്. അതാ വ്യത്യാസം. മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി അല്ല കുഞ്ഞാലി മരക്കാർ. വ്യത്യാസമുണ്ട്. അപ്പൻ വേറെ, ഔസേപ്പച്ചൻ വേറെ. അതാ വ്യത്യാസം. ഇസ്ലാമിക ഭീകരവാദം പ്രഖ്യാപിക്കുന്നത് പോലെയല്ല. ഇസ്ലാം തീവ്രവാദം കൊണ്ട് സാമ്രാജ്യത്വത്തെ ചെറുക്കാൻ തരിമ്പും കഴിയില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അടുത്ത അവകാശവാദം എന്താണ്? RSS ആകുന്ന കാളക്കൂറ്റനെ കുറ്റിയിൽ കെട്ടി പല്ലുകൊഴിക്കാൻ, കൊമ്പ് പറിക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ മുസ്ലിം ചെറുപ്പക്കാരെ എന്ന. അപ്പൊ ആരോന്ന് ചോദിച്ചു, RSS കൂടുതലല്ലേ എണ്ണത്തിൽ, നമ്മൾ കുറവല്ലേ വണ്ണത്തിൽ? അപ്പം NDF-ന്റെ ലേഖന തേജസ്സിൽ ബദറിന്റെ രാഷ്ട്രീയം. അല്ലാഹ്, ബദറിന്റെ രാഷ്ട്രീയം. എണ്ണത്തിലും വണ്ണത്തിലും കുറവാണെങ്കിലും ഖുറൈശി തെമ്മാടികളുടെ ഭീകരവർസനത്തെ അതിജീവിക്കാൻ അള്ളാന്റെ കാരുണ്യത്താൽ ബദറിൽ കഴിഞ്ഞില്ലേ? പ്രതിരോധം അപരാധമല്ല എന്ന് പറഞ്ഞാൽ ബോംബുണ്ടാക്ക, തോക്കുണ്ടാക്ക, കരാട്ടെ പഠിക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് സൂപ്പി നരിക്കാട്ടേരിന്റെ തറവാട്ട് വീട്ടിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് അള്ളാന്റെ കുതിരത്ത് പൊട്ടി 5 എണ്ണം വഫാത്തായത്. മനസ്സിലായില്ലേ? NDF-ന്റെ തെമ്മാടി കുട്ടികൾ, മുസ്ലിം ലീഗിന്റെ ഭീകരവാദികൾ. മറക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിക ഭീകരവാദം പറയുന്നത് പോലെ RSS-നെ ചെറുക്കാൻ കഴിയോ? ഇല്ല. കഴിയുമായിരുന്നെങ്കിൽ ഗുജറാത്ത് കാണണ്ടേ? 13 കൊല്ലം മുമ്പാണ് നരാധമത്വം നടന്നത്. ഇന്നത്തെ നാടിന്റെ അധിപൻ അന്നത്തെ ഗുജറാത്തിന്റെ മുതലാളിയായിരുന്നു നരേന്ദ്രമോദി. ഗവൺമെന്റ് സ്പോൺസേഡ് കലാപം, സർക്കാർ പ്രായോജനം ചെയ്ത നരാധമത്വം. വിപാടനം എന്നാണ് RSS ഉപയോഗിച്ച വാചകം. അറിയുമോ അതിന്റെ മലയാളം? വേരോടെ പിഴുതെടുക്കണം എന്നാണ്. കുറ്റി വെക്കരുത്, തെഴുത്തു വന്നേക്കാം, പാടില്ല. വിപാടനം, മുച്ചൂടും തകർക്കുക എന്നാണ് അതിന്റെ മലയാളം. അവിടെ RSS ഉണ്ടായിരുന്നോ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ? നരോദ പാട്യ എന്നൊരു പ്രദേശം ഓർമ്മയുണ്ടോ NDF-ന്? കൗസർ ബാനു എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണിനെ ഓർക്കുന്നുണ്ടോ NDF? നരോദ പാട്ടിയിലാണ് RSS-ന്റെ നരാധമന്മാർ അരങ്ങു തകർത്ത് മുടിയടിച്ചിട്ട് തുള്ളിയ പ്രദേശം. നരോദ പാട്യ കേട്ടില്ല നിങ്ങൾ പേരൊക്കെ? മായാബൻ കൊദനാനി, ബാബു റായ്, ബജ്രംഗി. ഇതൊന്നും അമേരിക്കയിൽ സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ കൂട്ടിപ്പോയ ബാങ്കിന്റെ പേരല്ല, RSS-ന്റെ തെണ്ടിയുടെ പേരാ. മനസ്സിലായില്ലേ? മായാബൻ കൊദനാനി, ബാബു റായ്, ബജ്രംഗി. ഇവന്റെ നേതൃത്വത്തിലാണ് നരാധമത്വം നടന്നത്. ആ നരോദ പാട്ടിയിൽ ഓർക്കുന്നുണ്ടോ NDF-കാരൻ, SDPI-കാരൻ, ഇസ്ലാമിക ഭീകരവാദി ഒരു മുസ്ലിം പെൺകുട്ടിയെ? 24 വയസ്സ്, പൂർണ്ണ ഗർഭിണി, പേര് കൗസർ ബാനു, മതം ഇസ്ലാം. ഇസ്ലാം മതസ്ഥയായ 24 വയസ്സുള്ള പൂർണ്ണ ഗർഭിണിയായ കൗസർ ബാനു തെരുവിലെ തേരോട്ടം, ഒച്ചയും ബഹളവും കേട്ട് പേടിച്ചരണ്ട മൻപേടയെപ്പോലെ വിയർത്തൊലിക്കുന്ന ശരീരവും വേപധുവാർന്ന ചിന്തകളും വിറയ്ക്കുന്ന ശരീരവുമായി വീടിന്റെ മൂലയിൽ അമർന്നിരിക്കുന്നു പാവം ആ പെൺകുട്ടി. ഭയത്തിന്റെ കൊടുങ്കാറ്റവളെ ആട്ടിയുലച്ചെങ്കിലും ആശ്വാസത്തിന്റെ ഇളം തെന്നൽ അവളുടെ മനസ്സിനെ തലോടിയിരുന്നു. എന്താ ഭയം? RSS ഉണ്ടല്ലോ. എന്താ ആശ്വാസം? ഞാനൊരു പെണ്ണല്ലേ, പൂർണ്ണ ഗർഭിണിയും, എന്നോട് കുഴപ്പമൊന്നും ഉണ്ടാവൂലായിരിക്കുന്നു. RSS-നെന്ത് സ്ത്രീ, RSS-നെന്ത് ഗർഭിണി? കന്യാസ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ മുതലാളി. അതിന് ചില്ലറ മെനക്കെടാണ്. നമ്മളൊക്കെ കന്യാസ്ത്രീകളെ കണ്ടാൽ സിസ്റ്ററെ എന്നാ വിളിക്കുക. RSS-കാരൻ കന്യാസ്ത്രീകളെ കണ്ടാൽ സിസ്റ്ററെ എന്ന് വിളിക്കുന്നതിലല്ല, അവരെ അതിവേഗം മദർ എന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നതിലാണ് താല്പര്യം. മദർ സുപ്പീരിയർ അല്ല, ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന മദർ. ആ ഏർപ്പാട് നടത്തുന്നു. 98-ൽ RSS ഇന്ത്യ രാജ്യം അധികാരത്തിലിരുന്നപ്പോൾ, മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ
40 RSSകാർ കന്യാസ്ത്രീ മഠം തകർത്തകത്ത് കയറി 4 കന്യാസ്ത്രീകളെ മാനഭംഗപ്പെടുത്തി. ആചാര്യ ഗിരിരാജ് കിഷോർ എന്ന RSSന്റെ അന്നത്തെ നേതാവിനോട് അദ്ദേഹം മരിച്ചുപോയി. പത്രക്കാർ ചോദിച്ചു, എന്തുണ്ട് ഈ ബലാത്സംഗത്തെ കുറിച്ച് പറയാൻ? മനുഷ്യന് മനസ്സിലാവാത്ത മണിപ്രവാളത്തിൽ മൂപ്പര് മൊഴിഞ്ഞത് എന്താണെന്നറിയോ? ദേശാഭിമാന പ്രചോദിതരായ ഹിന്ദു യുവത്വത്തിന്റെ രോഷപ്രകടനമാണ്, സ്വാഭാവിക പരിണതിയാണ് അക്കണ്ടത്. എങ്ങനെ RSSന് ദേശാഭിമാനം വന്നാൽ പിന്നെ കന്യാസ്ത്രീകളെ കാര്യം കട്ടപ്പുകയും ദുഃഖവെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞതിന്റെ മലയാളം. RSSകാരൻ ശാഖയിൽ പഠിപ്പിക്കുന്ന ഒരു പദ്യമുണ്ട്, ധ്വജപ്രണാമ ഗീതം, കൊടി പൊക്കി കുമ്പിട്ട് പാടുന്ന പാട്ട്. എങ്ങനെയാ മലയാളം? നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം മഹാമംഗളേ പുണ്യഭൂമേ. 2 വരിയൂടി ഉണ്ട്. RSS ഈ ബലാത്സംഗത്തിന് ശേഷം മധ്യപ്രദേശിലെ ജാബുവ ജില്ലയിലെ നവപുര ഗ്രാമത്തിലെ ഈ ബലാത്സംഗത്തിന് ശേഷം ഒരു ശൈലീഭേദം, വരി തിരുത്തൽ വരുത്തി. ഏതില്? ഈ ധ്വജപ്രണാമ ഗീതത്തിൽ. പിന്നെ എങ്ങനെ അവർ പാടണമെന്നറിയോ? നമസ്തേ സദാ കന്യാസ്ത്രീയെ ബലാത്സംഗം സാർവദേശീയ മാനഭംഗം, കന്യാസ്ത്രീയെ ബലാത്സംഗം നമസ്തുഭ്യം നമ എന്നാക്കി. എന്ന് പറഞ്ഞാൽ എപ്പം വേണമെങ്കിലും കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യാന്നാണ് പോലും പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്കറിയില്ല. അന്ന് മധ്യപ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. സോണിയാഗാന്ധി കോർ കമ്മിറ്റി ചേർന്നു. ആന്റണി ഉണ്ട് അവിടെ. സോണിയാഗാന്ധി ആന്റണിയോട് ചോദിച്ചു, എന്താ നമ്മൾ ചെയ്യുക? പോപ്പിന്റെ വിളി വന്നിട്ടുണ്ടല്ലോ. ആന്റണി പറഞ്ഞു, നമ്മൾ ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കണം, വസ്തുത എന്താണെന്ന് കണ്ടെത്തണം. സോണി ചോദിച്ചു, ആന്റണി ആരെയാ വെക്കുക? ആന്റണിക്ക് സംശയം ഉണ്ടായില്ല, PJ കുര്യനെ. പരിചയമുള്ളവരെ പണിക്കേൽപ്പിച്ച വേഗം ഏർപ്പാട് തീർന്നിട്ട് നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല. കൈക്കോട്ടണിക്കാരനെ പിടിച്ച് കോൺക്രീറ്റ് ഏൽപ്പിച്ചിട്ട് വല്ല കാര്യമില്ല. കുര്യനാകുമ്പോൾ മിടുക്കാണ് ഈ പ്രശ്നത്തിൽ. PJ കുര്യൻ പറഞ്ഞതുപോലെ 3 ദിവസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. പണി എളുപ്പണ്ടേ? ആകെയുള്ള നിഗമനങ്ങളിൽ 1, ബലാത്സംഗം നടന്നിട്ടില്ല. അത് നന്നായി. 2, നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നടത്തിയത് RSS അല്ല. അത് പെരുത്ത് നന്നായി. 3-മത്തേത്, ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നടത്തിയത് RSS ആണെങ്കിൽ തന്നെ നടന്ന ബലാത്സംഗം അപകടകരമല്ല. എൻ്റെ അമ്മേ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു അന്നത്തെ TP രാമകൃഷ്ണനോട് പ്രസംഗിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം, പരിചയമുള്ളവർ പറയുമ്പോൾ അത് അംഗീകരിക്കുക നല്ലത്. നമുക്കറിയില്ലല്ലോ ഇത് 2 എണ്ണം ഉണ്ടോ 3 എണ്ണം ഉണ്ടോ എന്ന്. കുര്യന് നല്ല മുടുക്ക. ആ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരണമാരായാൻ ആശുപത്രി കിടക്കയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന കന്യാസ്ത്രീകളുടെ സമീപം ചെന്നു പത്രക്കാർ. എന്താണ് കുര്യൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം? കന്യാസ്ത്രീകളോട് പത്രക്കാർ ചോദിച്ചു. അമർഷം അണപ്പല്ലുകൊണ്ട് കടിച്ചമർത്തി കത്തുന്ന കണ്ണുകളോടെ കന്യാസ്ത്രീകൾ കണ്ണീരൊലിപ്പിച്ച് പറഞ്ഞ പ്രതികരണം എന്താണെന്നറിയോ? യഥാർത്ഥ ബലാത്സംഗം ഇതിലും എത്രയോ ഭേദം, അതിനേക്കാൾ കടുപ്പ റിപ്പോർട്ട്. കോട്ടെ, കോൺഗ്രസ് അല്ലേ, ഞാൻ വിട്ടുകളയാൻ. പറഞ്ഞു വന്നത് BJPയെ കുറിച്ചാണ്. NDFന്റെ ആളുകളോട്, SDPIക്കാരോട് നമ്മൾ ചോദിക്കുന്നു, ഇന്ത്യ രാജ്യത്തിലെ RSSന്റെ തെമ്മാടിത്തത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഇന്ത്യൻ മുസൽമാനെ രക്ഷിക്കാൻ NDFന് പാങ്ങുണ്ടോ, ത്രാണിയുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നരോദ പാട്ടിയിൽ കാണണം. ഈ പാവം കൗസർ ബാനുവിനെ RSSകാർ തെരുവിലെ തേരോട്ടം തീർന്ന് കൊതി തീരാതെ അകത്ത് ചെന്ന് പിടിച്ചുകെട്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് വിവസ്ത്രയാക്കി മണിക്കൂറുകളോളം മാറി മാറി തെരുവിൽ മാനഭംഗപ്പെടുത്തി. ഒരു ഇടവേള കിട്ടിയപ്പം ഓടി രക്ഷപ്പെടാൻ കുതറി പാവം സ്ത്രീ. പുലിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മാൻപേടയെ പോലെ ഒന്ന് കുതറിയോടാൻ നോക്കി ഈ പാവം സ്ത്രീ. കുതറിയോടാൻ പരിശ്രമിച്ചതിൽ ക്രുദ്ധരായ RSSന്റെ തെമ്മാടിക്കൂട്ടം അവൾ ഉടുത്തിരുന്ന സാരിത്തലപ്പ് അല്പം മുമ്പ് പറിച്ചെറിഞ്ഞതാണ് അവളുടെ ശരീരത്തിൽ നിന്ന്. ആ സാരിത്തലപ്പ് കൊണ്ട് തന്നെ അവളുടെ നഗ്ന ശരീരം വഴിവക്കിൽ വളർന്നു നിന്ന മരത്തിലൊന്നിൽ വരിഞ്ഞുകെട്ടി. ഒരുത്തൻ കയ്യിലുണ്ടായിരുന്ന ത്രിശൂലം അവളുടെ പൂർണ്ണ വയറ്റിലേക്ക് കുത്തിക്കയറ്റി പുറത്തേക്ക് വലിച്ചു. തൃശൂലത്തിന്റെ ഇരുമ്പ് മുനകൾ 3ലും കോർത്തെടുക്കപ്പെട്ടത് ചോരയൊലിക്കുന്ന മാംസപിണ്ഡം, മാസം തികയാത്ത ഗർഭസ്ഥ ശിശു. അതിനെ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് RSSന്റെ അക്രമകാരികൾ ആമോദത്തോട് ആക്രോശിച്ചു, ജയ് ബോലോ ശ്രീറാം, ജയ് ജയ് നരേന്ദ്രമോദി എന്ന്. ഇവിടെ NDFകാരോട് ഞങ്ങൾ ചോദിക്കട്ടെ, കൗസർ ബാനു എന്ന പാവം പൂർണ്ണ ഗർഭിണിയായ മുസ്ലിം സ്ത്രീയുടെ അടിവയറ്റിൽ നിന്നും കുത്തി പുറത്തേക്കെടുത്ത തൃശൂലത്തിൽ കോർത്ത ഗർഭസ്ഥ ശിശുവിനെ ചോരയൊലിക്കുന്ന പരുവത്തിൽ ആകാശത്തേക്കെടുത്തുയർത്തിപ്പിടിച്ച് RSSകാർ ജയ് ബോലോ ശ്രീറാം, ജയ് ജയ് നരേന്ദ്രമോദി എന്ന് ആർത്തട്ടഹസിച്ചപ്പോൾ നിർത്തട എന്ന് പറയാൻ വാപ്പക്ക് ജനിച്ച 10 NDFകാരെ ഇന്ത്യൻ രാഷ്ട്രീയം ഗുജറാത്തിന്റെ മണ്ണിൽ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടിരുന്നോ? ഇല്ല. എന്താണ് ഉത്തരം? അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങളെ പ്രസംഗം എന്താണ്? തുലാം മാസത്തിൽ ഒരു 3:30 ശേഷം വെട്ടണൊരു ഇടിയുണ്ട്, അതിന്റെ ഒച്ച ഞങ്ങളെ പ്രസംഗത്തിന്. നാളെ കോഴിക്കോട്ട് ഒരുത്തം പ്രസംഗിക്കുക, ഇടതുപക്ഷം, CPIM, DYFI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ NDFന്റെ ജില്ലാ കമ്മിറ്റി കൺവീനർക്ക് കഴുത്തിന്റെ വള്ളി ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ വണ്ണ ഇപ്പം പൊട്ടിച്ചാവുന്ന തോന്നുക ആവേശം കൊണ്ട്. കോഴിക്കോട് നാദാപുരത്തെ തെരുവീഥികളിൽ ആളൊഴിഞ്ഞാൽ, ഇരുട്ട് പാതിരാത്രിയായാൽ, കടകളടച്ചാൽ, തിരക്കൊഴിഞ്ഞാൽ
തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഭക്ഷണാവശിഷ്ടങ്ങൾ നക്കിത്തുടച്ച് വിശപ്പ് മാറ്റാൻ വരുന്ന തെരുവ് പട്ടികളുണ്ട് എല്ലായിടത്തും എന്നതുപോലെ. ആ തെരുവ് പട്ടികളെ സ്പീഡിലോടുന്ന ബൈക്കിന് പിന്നിലിരുന്ന് മൂർച്ചയേറിയ വടിവാളുകൊണ്ട് ചെവിക്കുറ്റിക്കു താഴെ കൃത്യം കഴുത്തിന് വെട്ടി പഠിക്കാൻ വരുന്ന പരീക്ഷകളുണ്ട് നൂറുകണക്കിന്. NDF-ന് പണം പിരിച്ച് പഠിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനെ വെട്ടി പരിശീലിക്കാനുള്ള പരിശീലനം, റിഹേഴ്സലാണത്. ഇങ്ങനെ പട്ടികളെ വെട്ടി പഠിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടാൻ പഠിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളിൽ 10 എണ്ണത്തിന് പണം പിരിച്ച് വണ്ടി കയറ്റി വിട്ടുകൂടായിരുന്നോ? നരോദ പാർട്ടിയിലേക്ക് ഇസ്ലാമിന്റെ ഇസ്സത്ത് കാക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മറക്കണ്ട. ഇന്ത്യൻ മുസൽമാൻ തീവ്രവാദികൾ പറയുന്നത് കേട്ടാലുണ്ടാവുന്ന അനുഭവം എന്താണ്? നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വാരാണസി മണ്ഡലത്തിലുള്ള ഭൂരിപക്ഷം 5 ലക്ഷമാണ്. സഖാക്കളെ, നിങ്ങൾക്കറിയുമോ ആ വാരാണസി മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം 5 ലക്ഷത്തിലധികമാണ്. മറക്കണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ മുൻ BJP അധ്യക്ഷനും ഇപ്പോഴത്തെ ആദരണീയനായ ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രാജ്നാഥ് സിംഗ് ജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം 5 ലക്ഷത്തോളമാണ്. അവിടെ പക്ഷേ പ്രിയപ്പെട്ടവരെ, മുസ്ലിം വോട്ടർമാരുടെ എണ്ണം 6.5 ലക്ഷമാണ്. എവിടെ പോയി മുസ്ലിം ഏകീകരണം? ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്, എപ്പോഴെപ്പോഴെല്ലാം ഇന്ത്യൻ മുസൽമാൻ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ആശ്വാസത്തിന്റെ അത്താണിയായി, പ്രതിരോധത്തിന്റെ പടച്ചട്ടയായി കരുത്തു കാണിക്കാൻ കഴിവുള്ളിടത്ത് അതും കാണിച്ച് കരുതലോടെ പൊരുതി നിന്നത് ചെങ്കൊടി പ്രസ്ഥാനം മാത്രമാണ്. ഇന്ത്യയിലാകെയും കേരളത്തിലൊട്ടുക്കും എന്ന് നാം തിരിച്ചറിയണം. ധർമ്മം തന്നില്ലെങ്കിലും പട്ടിയെ വിട്ട് കടിപ്പിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം തീവ്രവാദത്തെ സഹായിക്കുന്നതിൽ മുസ്ലിം ലീഗിന് മുന്തിയ പങ്കാണുള്ളത്. പൂമരത്തിന്റെ ചുവട്ടിൽ പുല്ലുപായ വിരിച്ച് പള്ള നിറച്ചും പഞ്ചസാര പായസം ഓമനിച്ചു കഴിപ്പിച്ച് പിരിച്ച പുല്ലുപായിൽ പുറത്തു തട്ടി തലോടി ഉറക്കിയും രാവിലെ മുഖത്തു തട്ടി തലോടി ഉണർത്തിയും മുസ്ലിം ലീഗ് ഇസ്ലാമിക തീവ്രവാദികളെ അളവറ്റും അതിരുവിട്ടും സഹായിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഞാനൊരു 5-8 മാസം മുമ്പ് ഒരു പൊതുയോഗത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം പരാമർശിച്ചു, ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം തീവ്രവാദികളെ അളവറ്റ് സഹായിക്കുന്നത്. അദ്ദേഹത്തിന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും മന്ത്രിയാവാനുള്ള കൊതി കൊണ്ടാണ്. പ്രസംഗം കഴിഞ്ഞ് തട്ടുകടയിൽ നിന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എന്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, പ്രസംഗം ഗംഭീരായി, പക്ഷെ കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞത് ഇത്തിരി അധികമായി പോയി. ഞാൻ വിചാരിച്ചു, എൻ്റെ നാക്കുപിഴ കൊണ്ട് വാക്കിൽ എന്തെങ്കിലും പിശക് പറ്റിയോ? ആളുകളെ ആക്ഷേപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിലെ അവസാനത്തെ ഇനം പോലും അല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, തിരുത്താം, അടുത്ത വേദിയിൽ പിശകില്ലാതെ നോക്കാം, എന്താണ് കുറ്റമെന്ന് കണ്ടാൽ പരിശോധിച്ചാൽ പറഞ്ഞേക്കൂ. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രസംഗിച്ചതിനുള്ള കുഴപ്പമല്ല, നിങ്ങൾ പറഞ്ഞില്ലേ കുഞ്ഞാലിക്കുട്ടി മന്ത്രി പൂതിയാണ്, അധികാര കൊതിയാണ്, അതുകൊണ്ടാണ് NDF-നെ കൂട്ടണത് എന്ന്. ഞാൻ പറഞ്ഞു, അതെ, അതിനി നിങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞു, അയ്യോ അത് പറ്റില്ലല്ലോ, അത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രഖ്യാപിത നയാണല്ലോ. അല്ല, മന്ത്രിപൂതിയും അധികാര കൊതിയും ഒക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഉണ്ട്, മനുഷ്യനല്ലേ. അതുകൊണ്ട് മാത്രമല്ല SDPI കൂട്ടുപിടിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ? അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ പൊതുയോഗത്തിലൊക്കെ പ്രസംഗിക്കാൻ പോണ ആളാണ്, പുറത്ത് പറയരുത്. ഞാൻ പറഞ്ഞില്ല. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, സത്യം ചെയ്യണം, ലീഗ് ആയതുകൊണ്ട് ഞാൻ മൂപ്പര മൂർദാവ് തന്നെ കയ്യിൽ വെച്ചു, അത്രയും കഥ ഉള്ളൂ, എന്തുള്ളല്ലേ. ഞാൻ പറഞ്ഞു, അള്ളാണെ നേര് പറയൂല, തൃപ്തിയായി മൂപ്പർക്ക്, ലീഗിന്റെ സെക്രട്ടറിയാ, മനസ്സിലായില്ല ഒരു വില. അപ്പൊ ചെറുപ്പക്കാരന് സന്തോഷമായി, പറയൂലല്ലോ. ഞാൻ പറഞ്ഞു, അള്ളാണെ നേര് പറയൂല, ശരി. ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ TJ ജോസഫിന്റെ വലതു കൈപ്പത്തി കാട്ടിലേക്കെറിഞ്ഞ കാടത്തം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, ഉണ്ട്. അത് ചെയ്തത് ഞങ്ങളാണെന്ന് നാസറുദ്ദീൻ അളമരം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾ കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി പച്ചയായി അഭിമാനത്തോടെ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്തിനാണ് അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്കത് നല്ലോണം ഓർമ്മയുണ്ട്. പക്ഷെ ചെറുപ്പക്കാരൻ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി അജ്ഞത നടിച്ചു. അയ്യോ എൻ്റെ മോനെ, അതെനിക്ക് ഓർമ്മയില്ലല്ലോ, എന്തായിരുന്നു? അപ്പൊ ചെറുപ്പക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വീണ്ടും പറഞ്ഞു, പുറത്തു പറയരുതേ. ഇല്ല, അള്ളാഹുവിനെയും അന്ത്യപ്രവാചകനെയും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയതിനാണ് ശിക്ഷ. എന്താണ്? അള്ളാഹുവിനെയും അന്ത്യപ്രവാചകനെയും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ചോദ്യപേപ്പറിൽ അധ്യാപകൻ ഉൾപ്പെടുത്തിയത് തന്റെ വലതു കൈ കൊണ്ട് പേന പിടിച്ചിട്ടാണ്. കുറ്റം ചെയ്യാൻ ഏത് അവയവമാണോ ഉപയോഗിക്കുന്നത് അത് മുറിച്ചു കളയലാണ് ഇസ്ലാമിക ശിക്ഷാവിധി. ഇത് കേട്ട ശേഷം കുഞ്ഞാലിക്കുട്ടി ഉറങ്ങിയിട്ടില്ല. തിരിച്ചാൽ മതി. അധ്യാപകൻ കുറ്റം ചെയ്യാൻ ഉപയോഗിച്ചത് വലത്തെ കയ്യാണ്. നമ്മളെ പാണ്ടിക്കടമത്തെ കുഞ്ഞാപ്പു ഇന്നത്തെ തീയതി വരെ കുറ്റം ചെയ്യാൻ ഒരവയവമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് മുറിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ പോയാൽ യാ അല്ലാഹ്, ആരോട് പറയാൻ? ഞാൻ പിന്നെ അദ്ദേഹത്തെ ഒന്നും പറയാറില്ല. എന്തൊക്കെ പാർട്ടി വേറെയാണെങ്കിലും മനുഷ്യനല്ലേ, ഞാൻ ഒന്നും പറയാറില്ല.
ഞാൻ വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിക തീവ്രവാദത്തെ സഹായിക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണ്. വരാനിരിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. മുക്കം ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ തന്നെ ഭരിച്ചോളൂ. മുഴുവൻ സീറ്റും നുണ, പണം, മദ്യം, മദിരാക്ഷി എന്തും അളവില്ലാതെ പ്രയോഗിച്ചോളൂ. പക്ഷേ ചുമരുണ്ടാവണം. ചിത്രമെഴുതണമെങ്കിൽ തീക്കൊള്ളി കൊണ്ടല്ല തല ചൊറിയേണ്ടത്. എണ്ണ തേക്കുമ്പം തല മറക്കരുത്. എലിയെ പേടിച്ച് ചുടാനുള്ളതല്ല ഇരിക്കുന്ന ഇല്ലം. അത് NDF-കാരൻ മുസ്ലിം ലീഗുകാരൻ ബാന്ധവം ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണം. മുസ്ലിം ലീഗ് ഒരു അധികാര കൊതിയുള്ള പാർട്ടിയാണ്. ഈസാ നബി മൂസാ നബി അല്ല പൈസാ നബിയാണ് ഞമ്മക്ക് വലുത് എന്നാണോ എൻ്റെ ആയത്ത്. മക്കത്തെ കയവക്ക് തീ പിടിച്ചാലും ഐസ്ക്രീം കച്ചവടത്തിന്റെ ഷട്ടർ നമ്മൾ താത്തൂല എന്ന് പറയുന്ന പാണ്ടിക്കടവത്തെ കുഞ്ഞാപ്പുവണ പാർട്ടിയുടെ നേതാവ് പരിശുദ്ധ ഖുർആൻ വചനങ്ങളെക്കാളും പവിത്രതയും പ്രാധാന്യവും ഞങ്ങൾ കൽപ്പിക്കുന്നത് അധികാരത്തിന്റെ അപ്പകഷ്ടങ്ങൾ പങ്കുവെക്കാൻ നടത്തുന്ന സംസാര ശകലങ്ങൾക്കാണെന്ന് പതിറ്റാണ്ടുകൾ തെളിയിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ നാട് അപകടത്തിലാണ്. മതാന്ധശക്തികൾ, വർഗീയവാദികൾ, സാമുദായിക കുലാക്കുകൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു നമ്മുടെ നാടിനെ. അതിൽ മുസ്ലിം ലീഗിന് പങ്കുണ്ടാവരുത്. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഹിന്ദു തീവ്രവാദികളും നമ്മുടെ നാട്ടിൽ സജീവമാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നമ്മുടെ ഈ മാനവികതയാണ് അഭിമാനം എന്ന മുദ്രാവാക്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗവും അതുതന്നെയാണ്. 8:40 സമയം. എന്നാലും ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഹിന്ദു തീവ്രവാദികൾ അധികാരത്തിന്റെ ആവേശത്തള്ളിച്ചയിൽ ആമോദത്തിലാണ്, പ്രമത്തതയുടെ കുതിരപ്പുറത്താണ് സഞ്ചാരവും പ്രചരണവും പ്രതികരണവും പ്രവർത്തനവും എല്ലാം. അധികാരത്തിലുണ്ട്. 10 മാസമായി അവരുടെ അധിപൻ ശ്രീമാൻ നരേന്ദ്രമോദി. അതിൻ്റെ ഊക്കുണ്ടാവും. ഇപ്പം ലേശം കുറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പം ഇത്തിരി കുറവുണ്ട്. ഏതോ ഒരു സരസനായ ചെറുപ്പക്കാരൻ നവമാധ്യമങ്ങളിൽ ഒന്നിൽ കുറിച്ചിട്ടു, ഘർ വാപ്പസി ഡൽഹിയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ വിജയമാണ്. എന്താ ഘർ വാപ്പസി എന്ന് പറഞ്ഞാൽ? വീട്ടിൽ നിന്നിറങ്ങിയാൽ വേഗം വീട്ടിലേക്ക് വരിക. 70 പാർട്ടി BJP നേതാക്കന്മാരാണ് നിയമസഭാ മെമ്പർമാരാവാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. ഭഗവാൻ കാത്തിട്ട് 67 എണ്ണം വീട്ടിലേക്ക് പോന്നു. 3 എണ്ണം ജയിച്ച്. ഘർ വാപ്പസി സമ്പൂർണ്ണ വിജയമാണ് ഡൽഹിയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം. പോട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നത് RSSന്റെ പ്രചരണം ആവേശത്തള്ളിച്ചയിൽ എത്തിക്കാൻ മുസ്ലിം തീവ്രവാദികളുടെയും മുസ്ലിം വർഗീയ പാർട്ടികളുടെയും പ്രവർത്തനം പ്രചോദനമാകുന്നുണ്ട്. അത് നാം കാണാതിരുന്നൂടാ. എൻ്റെ നാട്ടിൽ 80 വയസ്സിലധികം പ്രായമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച അനുഭാവിയായ എന്നാൽ തികഞ്ഞ ഹിന്ദു മതവിശ്വാസിയായ ഒരു മനുഷ്യൻ, ആ കാരണവര് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എടാ മുസ്ലിങ്ങൾക്ക് കുറച്ച് അധികമല്ലേ, നെഞ്ചൂക്ക് കൂടുതലോ, 5 മന്ത്രി, അതിൻ്റെ ഒരു തളപ്പ. അദ്ദേഹം പറയാണ്, ഞങ്ങളെയൊക്കെ രാഷ്ട്രീയ ഗുരുവാണ് അദ്ദേഹം. പാർട്ടിയിൽ ഉയർന്ന കമ്മിറ്റിയിലല്ല, പക്ഷെ പാർട്ടിയുടെ ഉറച്ച അനുഭാവിയാണ്. 80 വയസ്സ് പിന്നിട്ടു. ആ മനുഷ്യൻ പറയുന്നത് കേട്ട് എൻ്റെ കരള് കത്തിപ്പോയി, ചങ്കു പറഞ്ഞുപോയി. എന്താ കാര്യം? മുസ്ലിങ്ങൾക്ക് 5 മന്ത്രി, അതിൻ്റെ ഒരു നെഞ്ചൂക്കാണ് ഇവർക്ക്. കരുതിയിരിക്കണം നമ്മൾ ഹിന്ദുക്കള് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ സഖാവിനെ തിരുത്തി, സഖാവേ, മുസ്ലിങ്ങൾക്കല്ല 5 മന്ത്രി, മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗിന് മന്ത്രിയുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താ ഗുണം? ആടിന് താടി നീട്ടിയാൽ ബാർബർക്ക് പണം കിട്ടും. ഇവിടെ മണാശ്ശേരി ഉണ്ടോന്ന് അറിയില്ല, എൻ്റെ നാട്ടിലില്ല. താടി നീട്ടിയ ആട് ബാർബർ ഷാപ്പ് തുറന്നിട്ട് ഇതൊന്ന് ട്രിം ചെയ്യണം, ഒരു 40 ഉറുപ്പ്യ പിടിച്ചോളി. 1 ഉറുപ്പ്യന്റെ ഗുണം ബാർബർക്കില്ല. താടി നീട്ടിയാൽ ഇത് കാണാൻ ചേരുണ്ടാവും എന്നല്ലാതെ. ആടിന് താടി നീണ്ടാൽ ബാർബർക്ക് അരപ്പണത്തിന്റെ ഗുണമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മുസ്ലിം ലീഗിന് ഭരണമുള്ളത് കൊണ്ട് മുസ്ലിങ്ങളുടെ കാര്യം. പോട്ടെ, മുസ്ലിങ്ങളുടെ ഭരണമല്ല മുസ്ലിം ലീഗിന്റെ ഭരണമാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു നമ്മൾ. ഒരു പരിധി വരെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനവും അങ്ങനെ ആകുന്നുണ്ട് എന്ന് നാം കാണാതിരുന്നുകൂടാ. ഒരു ഉദാഹരണം പറയാം. മുസ്ലിം ലീഗിന്റെ നേതാവാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്. അദ്ദേഹം എല്ലാ മന്ത്രിമാർക്കും കൊടുത്തതുപോലെ ഔദ്യോഗിക വസതിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയുടെ ഗവൺമെന്റ് നൽകിയ പേര് ഗംഗ എന്നായിരുന്നു. വീട്ടിൽ കയറി കൂടാൻ പോകുമ്പോൾ കുന്തിരിക്കാൻ കണ്ട ചേത്താനെ പോലെ മൂപ്പർക്ക് ബേജാറ്, ഇത് ഞമ്മക്ക് പറ്റിയതല്ല, മുസ്ലിമിന്റെ പേരാക്കണം, ഇത് ഹിന്ദുവിന്റെ പേരാ, ഗംഗ. ഗ്രേസ് എന്ന് മാറ്റി. തെറ്റില്ലട്ടോ. പരപ്പനങ്ങാടിക്കടുത്ത ചെമ്മാട്ടാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് ഗ്രേസ് എന്നാണ്. അവനവൻ താമസിക്കുന്ന വീടിന് അവനവൻ ഇഷ്ടമുള്ളൊരു പേരിടുന്നത് തെറ്റാണോ? അല്ല. മണാശ്ശേരിയിൽ നിങ്ങൾ എനിക്കൊരു വീടുണ്ടാക്കി തന്നു, പണം പൂർണ്ണമായും നിങ്ങളുടേതാണ്. പക്ഷെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോൾ ഗ്രാനൈറ്റ് കൊണ്ട് സ്വർണ്ണവർണ്ണത്തിൽ അവിടെ എനിക്കിഷ്ടമില്ലാത്തൊരു പേരെഴുതി വെച്ചാൽ ഒരു സുഖം ഉണ്ടാവുമോ? ഇല്ല. കിടക്കാനൊരു ആക്കുണ്ടാവുമോ? ഇല്ല. എനിക്കിഷ്ടമുള്ള പേരും കൂടി എഴുതിയാൽ അതല്ല ഏതെങ്കിലും മര്യാദ? അതെ. അങ്ങനെയാണെങ്കിൽ റബ്ബിന്റെ നടപടി അഭിമതമല്ലേ? തീർത്തും തെറ്റാണോ? അല്ല. ഗംഗ മാറ്റി ഗ്രേസ് ആക്കി, നമുക്ക് തർക്കമില്ല. പക്ഷെ ഗംഗ മാറ്റി ഗ്രേസ് ആക്കിയ പത്രക്കാർ വിടുവോ? രാവിലെ കണ്ട പേര് ഗംഗ, ഉച്ചയ്ക്ക് വന്നപ്പം ഗ്രേസ്.
സൂചി കയറ്റാനുള്ള ദ്വാരം കിട്ടിയ കുന്തം വലിച്ചു കയറ്റണ മുതലായി പത്രക്കാർ. അവർ ചോദിച്ചു, അല്ല രാവിലെ ഗംഗയാണല്ലോ, ഉച്ചയ്ക്ക് എന്താ ഗ്രേസ്, എന്താ കാരണം? എന്ന ചങ്ങാതിക്ക് പറഞ്ഞാൽ മതി, എനിക്ക് ഇഷ്ടമുള്ളൊരു പേരിട്ടു എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അഖില ലോക മന്ദബുദ്ധി കമ്മിറ്റിന്റെ സംസ്ഥാന കൺവീനറായാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഗംഗ ഹിന്ദുവിന്റെ പേരാ, അതുകൊണ്ട് മുസ്ലിം പേരാക്കിയതാ. കള്ള് കുടിക്കുന്നതിന് കുഴപ്പമില്ല, പാട്ട കഴുത്ത് കെട്ടി മണാശ്ശേരി അങ്ങാടിയിൽ ഇറങ്ങിയാൽ അങ്ങനെ ഉണ്ടാവും. അത്ര വിഡ്ഢിയാണ്. ഗംഗ ഹിന്ദുവിന്റെ പേരല്ല, ഗ്രേസ് മുസ്ലിമിന്റെ പേരുമല്ല. എന്നാ പിന്നെ മുസ്ലിമിന്റെ പേര് ഇടൂ എന്ന് മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രിക, അത് ആയിഷ നാക്കി കൂടെ നിൽക്കുന്നാല് ചന്ദ്രിക കൃഷ്ണകുട്ടിയുടെ മോളെ പേരാ, മനസ്സിലായില്ലേ? അബ്ദുറബ്ബാണ് നമ്മുടെ ഭരണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അടുത്ത ദിവസം കേൾക്കാൻ പോണ ഒരു വാർത്ത ഞങ്ങളോട് പറയാം. ഇങ്ങനെയാണ് പോക്കെങ്കിൽ റബ്ബിന്റെ കിടപ്പുമുറിയിലെ സീലിംഗ് ഫാന്റെ പേര് ഉഷാന, അത് ഈ പൊട്ടൻ കദീശയാക്കാൻ പോവുക. ചിരിച്ചിട്ട് കാര്യമില്ല. മന്ത്രിപ്പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുഴങ്ങി വേർത്തൊലിച്ച് കിടക്കയിൽ മലന്ന് കിടക്കുമ്പോൾ ഉഷേന്റെ കാറ്റ് കിട്ടിയാൽ ഉഷാറുണ്ടാവില്ല, അത് കാഫറ. നമ്മളെ കൗമപ്പെട്ട കദീശേന്റെ കാറ്റ് കിട്ടുമ്പോൾ ഒരു പോലീശ കൂടുമല്ലോ. ഈ ജാതി പൊട്ടനാ നിൽക്കുന്നത് നാട്ടില്. അല്ലെങ്കിൽ തന്നെ നാൽക്കവലയിൽ തക്കം നോക്കി നിൽക്കുക നാടൻ നായ. എന്നാ തേങ്ങ വലിച്ചിടുമ്പോൾ സൈഡാക്കിയിടണ്ടേ? തേങ്ങ വലിക്കാനും മൂർധാവിലേക്ക് പണ്ടറടക്കിയതാ, പിന്നെ നോലോടി നിർത്തുവത്. കാട്ടുകടന്നലിന്റെ കുത്തേറ്റാ പിന്നെ കള്ളു കുടിച്ച കുരങ്ങി നിന്നോത്ത് നിൽക്കുവോ? ഈ ഏർപ്പാട് നടത്തുക മുസ്ലിം തീവ്രവാദികൾ. ഈ സമീപനം സ്വീകരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ തെമ്മാടിക്കൂട്ടം. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അതുകൊണ്ട് കൂടിയാണ് ഹിന്ദു തീവ്രവാദം പ്രചോദിപ്പിക്കപ്പെടുന്നത്, പ്രകോപിപ്പിക്കപ്പെടുന്നത്, അവർക്ക് വിശാലമായ മണ്ഡലമുണ്ടാകുന്നത് എന്നുകൂടി നാം കാണണം. എന്ന് മാത്രമല്ല, എന്നുകൂടി നാം കാണണം. ഹിന്ദു പ്രചാരകന്മാരിൽ പ്രമുഖയായ ശശികലയാണ് കുറച്ചു ദിവസം കൂടെ വന്നത്. ശശികല ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. പ്രാസനിബദ്ധമായി, ആവേശദായകമായി, അർത്ഥസമ്പുഷ്ടമായി കാര്യങ്ങൾ പറയുന്നു എന്നാണ് അവരുടെ ഭാഷ്യം. അവരുടെ നിൽപ്പ്, നടപ്പ്, വെപ്പ് അങ്ങനെയാണ്. ശശികലയുടെ പ്രസംഗം കേട്ടാൽ RSSന്റെ അനുഭാവികൾ ആവേശത്തിന്റെ അലമാലകളിൽ ആറാടി തിമർക്കും എന്നത് നിസ്തർക്കം. അത് മാത്രമല്ല, തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ, തീർത്തും ഹിന്ദു മതവിശ്വാസികളായ 10,000-കണക്കിന് മനുഷ്യർ ആശങ്കയുടെ ആകാശത്ത് കയറു പൊട്ടിയ പട്ടം പോലെ ഉഴറിപ്പോകാനും ആ പ്രസംഗം ഉപയുക്തമാകുന്നുണ്ട്. അത് ഉത്കണ്ഠയോടെയാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത്. RSSന് ആവേശമുണ്ടാക്കുന്നു എന്നത് മാത്രമല്ല, CPIM അനുഭാവികളായ ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ സംശയത്തിന്റെ പുകപടലം വല്ലാതെ പടർത്താനും അത്